ചെമ്പനീർ പൂവിൽ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ ഭയങ്കര ദുഃഖത്തിലാണ്. കാരണം സച്ചിയും രേവതിയൊക്കെ അവിടെ ഉള്ള കാരണം വിവാഹം നല്ലപോലെ കൂടാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ്. അപ്പോഴാണ് ശ്രുതി വന്ന് പറഞ്ഞത് സച്ചിയും രേവതിയൊക്കെ പോയി. അതിൻ്റെ സന്തോഷത്തിൽ പാവം ഇളയച്ചൻ കണ്ണടയൊക്കെ വെച്ച് മോഹൻലാൽ ലുക്കിൽ അങ്ങോട്ട് കയറി വരുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് രേവതിയുടെയും സച്ചിയുടെയും മുന്നിൽ തന്നെ പോയിപ്പെടുക. അപ്പോൾ അവർ പറയും, അവരിങ്ങനെ കളിയാക്കാണ്, ഇളയച്ചൻ്റെ ഒരു വേഷം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വളരെ മനോഹരമായിരുന്നു, അതിന് ഞങ്ങളൊരു അവാർഡ് എന്തായാലും കൊടുക്കും എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും കൂടി ഇളയച്ചനെ പൊക്കി വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ഇതേ സമയം അടുക്കളയിൽ ജോലി ചെയ്ത് നിൽക്കുകയാണ് ശ്രുതി. അപ്പോൾ ചേട്ടത്തി എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ചേട്ടത്തിക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് വരികയാണ് നമ്മുടെ സച്ചിൻ രേവതിയും കൂടി. എന്നിട്ട് പറയും, ദേ ഇളയച്ച ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് ഇളയച്ചനെ വിളിക്കുകയാണ്. അത് കണ്ടതോടുകൂടി നമ്മുടെ ശ്രുതിയുടെ കിളി പറന്നു. എന്ത് ചെയ്യും, എന്ത് നുണ പറയും അല്ലേ? അങ്ങനെ നിൽക്കുകയാണ് ശ്രുതി. പാവ ഇളയച്ചനാണെങ്കിൽ ചെകുത്താനും കടലിലും ചെകുത്താനും കടലിനും ഇടയിൽ പെട്ട പോലെ. നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡ് എന്താവുമെന്ന്.